ഒരു കാലം വരും, ആ കാലത്ത് ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ സ്വന്തം കൈവെള്ളയിൽ തീയുണ്ടല്ലോ, തീ കൈവെള്ളയിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടാണോ അത്ര ബുദ്ധിമുട്ടായിരിക്കും ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അത് എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും? നമ്മൾ ഒഴുക്കിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ദുനിയാവിൻ്റെ പല ട്രെൻഡുകൾ അതിൻ്റെ ബാക്കിൽ തന്നെ, ഇപ്പോൾ റമദാനിനൊക്കെ ഭയങ്കര ട്രെൻഡുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ആ ഒഴുക്കിൽ തന്നെ പെട്ടുപോയില്ലെങ്കിൽ ആളുകൾ നമ്മളെ പഴഞ്ചനെന്നോ അല്ലെങ്കിൽ പ്രാകൃത ഇതൊന്നും പറയൂല. ആ ഒഴുക്കിൻ്റെ കൂടെ നീങ്ങുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവും വരില്ല. പക്ഷെ ഒഴുക്കിനെതിരെ നീങ്ങുന്ന ആളുകൾക്ക്, ആ ഒഴുക്ക് ദുനിയാവിൻ്റെ ആ ട്രെൻഡുകൾക്കൊപ്പം തന്നെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തില്ല, ദീനിനെ മുറുകെ പിടിക്കുന്നവനിക്ക് എന്താ തീവെള്ളയിൽ കൈ വെള്ളയിൽ തീ വെക്കുന്ന ഒരു പ്രശ്നമൊന്നും ആർക്കുണ്ടാവില്ല. ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന ആൾക്കുണ്ടാവില്ല. അതാർക്കാ ഉണ്ടാവുക? അതിനൊക്കെ എതിരെ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹിജാബ് ആയാലും നമ്മുടെ മക്കളെ ആയാലും ബാക്കി വിഷയങ്ങൾ തൗഹീദിൻ്റെ വിഷയങ്ങളായാലും ഇതൊക്കെ നമ്മളിങ്ങനെ ഊന്നി പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ എന്ത് ചാപ്പ കുത്തും, നമ്മൾ പഴഞ്ചനാണ് അല്ലെങ്കിൽ ഏതോ 6-ാം നൂറ്റാണ്ടുകാരനാണ് എന്നൊക്കെ നമ്മളാരും ചാപ്പ കുത്തും, ആളുകൾ ചാപ്പ കുത്തും. പക്ഷേ നമുക്ക് എന്തുണ്ട്, നമ്മൾ അള്ളാഹുവിൽ ഇങ്ങനെ അള്ളാഹിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന അവർക്ക് എന്തുണ്ട്, നാളെ ആഖിറത്തിൽ ആറുകൾ ഒഴുകുന്ന സ്വർഗ പൂങ്കാവനങ്ങൾ നമ്മളെയും കാത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ മക്കളെയും ആ അർത്ഥത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ദുനിയാവ് എന്തിനാണ്, അള്ളാഹു എന്തിനാണ് ദുനിയാവിൽ നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളിപ്പോൾ സൂറത്തുൽ മുൽക്കിൽ എല്ലാവരും ഓതുന്ന ആയത്താണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ മാസം വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മൾ ഖതം തീർക്കുന്നുണ്ട്. അത് നല്ലതാണ്, വളരെ പുണ്യം ലഭിക്കുന്നതാണ്. എന്നാൽ അതിലേറെ പുണ്യം ലഭിക്കുന്നതാണ് വിശുദ്ധ ഖുർആനിലെ ഒരായത്തെങ്കിലും അർത്ഥമറിഞ്ഞ് അതിൻ്റെ വിശദീകരണം പറഞ്ഞ്. അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്.